ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഉമ്മയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടെ നിൽക്കാൻ വന്നതാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമുള്ള ഒരു ദിവസത്തെ ഒരു ഉച്ചക്കത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തത്. അപ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളും അങ്ങനെയൊക്കെ. നാടൻ ചോറാണ് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ? അപ്പോൾ അത് നമ്മളെ രാവിലത്തെ നാസ്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നാസ്തക്ക് ഇന്ന് കല്ലുമ്മക്കായ ആയിരുന്നു. കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത്. പിന്നെ ഇപ്പം അടുത്ത് കാണിച്ചതുകൊണ്ടാണ് ഞാനത് പിന്നെയും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് മത്തിയാണ് ഇന്ന് കിട്ടിയത്. ഉമ്മക്കിഷ്ടം ചെറിയ മീനുകളാണ്. അപ്പോൾ നമ്മൾ മത്തിയാണ് ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ അത് ഉമ്മ മുറിക്കാൻ തുടങ്ങീന്. ഉമ്മ അത് മുറിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ഇപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ വേണം. ഞാൻ ഇലയിൽ ചോറ് തിന്നാന്നാണ് വിചാരിക്കുന്നത്. 2, 3 തരം കറികളൊക്കെ ആയിട്ട് നമുക്ക് ഇലയിൽ തിന്നാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ബാസിയാണുള്ളത്. ബാസിൻ്റെ ഫുഡൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട് ഓന് വേറെയാണെന്നുള്ളത്. അപ്പോൾ ഓന് ചോറൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുക. പിന്നെ ഇങ്ങനത്തെ ഭക്ഷണമൊന്നും ഇപ്പോൾ കഴിക്കലില്ല. ഓനെല്ലാം വേറെ തന്നെയാണ്. സെപ്പറേറ്റ് ഫുഡ് ഓൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കറിക്കും അതേപോലെ തന്നെ തോരന് അതിനെല്ലാം കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് ഒറ്റ തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ മതി. ഒരു തേങ്ങ നമ്മൾ കംപ്ലീറ്റ് ഞാനൊന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങനത്തെ 2, 3 തരം ഐറ്റംസുകൾ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട പണികളാണ് ഇതൊക്കെ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയലുണ്ട്. പച്ചക്കറികൾ മൊത്തം അരിഞ്ഞ് വെക്കുക, തേങ്ങ ചിരണ്ടി വെക്കുക, മീനോ ഇറച്ചിയൊക്കെ ഫ്രീസറിലുള്ളതുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെള്ളത്തിലിടുക. അതൊക്കെയാണ് ആദ്യം ചെയ്ത് വെക്കേണ്ടത്. പിന്നെ പൊടി കുഴച്ച് വെക്കേണ്ട പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുക. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണി തീരും. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെയാണ് ചെയ്യണത്. ആദ്യം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെണ്ടാണ് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് വെണ്ടൻ്റെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഞാനൊരു തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിയാണ് എടുക്കുന്നത്. ഒരു വെള്ളരിൻ്റെ പകുതി മതി. അപ്പോൾ അതൊന്ന് കറിക്ക് വേണ്ടിയിട്ടുള്ളത് അതും അരിഞ്ഞ് വെക്കാണ്. അപ്പോൾ വെള്ളരിൻ്റെ പരിപ്പും കൂട്ടിയിട്ടുള്ളൊരു കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്നാണ് തിരിച്ചു പോകാമെന്നൊക്കെ കുറേ ആൾ ചോദിക്കുന്നുണ്ട്. ഞാൻ 19-നാണ് തിരിച്ചു പോകണം കേട്ടോ. ഓഗസ്റ്റ് 19-ന് ഇവിടുന്ന് റിട്ടേൺ ആണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഓവറായിട്ട് കുക്കിംഗ് ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ കുറഞ്ഞ സമയത്തേക്ക് വന്നിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളും വാങ്ങി എല്ലാ പാത്രങ്ങളും അതും ഇതൊക്കെ താഴെ നിറക്കിയാൽ തിരിച്ച് അതേപോലെ തന്നെ അതൊക്കെ ക്ലീൻ ആക്കി എല്ലാം എടുത്ത് വെച്ച് പാക്ക് ചെയ്തിട്ട് തിരിച്ചും പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വളരെ കുറവാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കലും. അതേപോലെ തന്നെ എല്ലാ പാത്രങ്ങളൊന്നും താഴെ ഇറക്കിയിട്ടില്ല. വളരെ അത്യാവശ്യം വേണ്ടിയ കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെ എടുത്തിട്ട് അന്നന്നേക്കുള്ള സാധനങ്ങളെന്ന് പറഞ്ഞ പോലെ കുറഞ്ഞ കുറഞ്ഞ സാധനങ്ങളേ വാങ്ങിക്കലുള്ളൂ കേട്ടോ. അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കുറഞ്ഞ കുറച്ച് വീഡിയോസിൻ്റെ അടിയിലൊക്കെ അത് കാണിക്കുമോ ഇത് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റെസിപ്പികൾ ചോദിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാനതൊക്കെ ഇൻഷാ അള്ളാ ഓർമ്മ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് സൗദിയിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് അതിൻ്റെയൊക്കെ ഓരോ ഒരു പ്രാവശ്യത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ചില സാധനങ്ങളൊക്കെ നമ്മൾ കുപ്പിയോടൊക്കെ വാങ്ങേണ്ടി വരും. വലിയ പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇവിടെ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാനതൊന്നും ഇപ്പം കാണിക്കാൻ ശ്രമിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അരിഞ്ഞത് ബാക്കിയുള്ള കുറച്ച് ബീൻസും ക്യാപ്സിക്കവുമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് തോരൻ ഉണ്ടാക്കുന്നത്. വെള്ളരി ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസും ക്യാപ്സിക്കവും വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ കറികളിലേക്കും വേണ്ടിയ കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി. അപ്പോൾ ഉള്ളി ഇപ്പോൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഒരു 1.5 പീസ് ഉള്ളത് അതും എടുത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ ഇന്നലത്തെ ബാക്കി തന്നെയാണ്. ഒരു അരമുറി തക്കാളി ഉണ്ട്. വേറെ ഒരു എക്സ്ട്രാ 2 തക്കാളിയും കൂടെ എടുത്ത് വെച്ചാണ്. പിന്നെ ഒരു 2 ഉള്ളിയും വേണം കേട്ടോ. അപ്പോൾ 2 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതും അരിഞ്ഞ് ഒരു പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ചെറിയ കുക്കറിൽ ഞാനൊരു 1/2 കപ്പ് പരിപ്പ് തുവരപ്പരിപ്പാണ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേരത്തെ ആ വെള്ളരിയില്ല അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ പരിപ്പും വെള്ളരിയും തേങ്ങ ഒഴിച്ച് വെക്കുന്ന ഒരു കറിയാണ്. അതിലേക്ക് കുറച്ച് ഉള്ളി ഒരു അര ഉള്ളിയോളം മതി. അല്ല തക്കാളി അര ഉള്ളി അത് അര തക്കാളിയും അതേപോലെ തന്നെ അര ഉള്ളിയും 2 പച്ചമുളകും അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ. കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി വേണം. അപ്പോൾ അതൊരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയും ഞാനൊരു അര ടീസ്പൂണോളം ഇട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടി ഒരു നുള്ള് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് മതി. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അത്രയും മതി. അതും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമാണ് പിന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതൊരു മുങ്ങുന്ന പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് ഞാൻ മൊത്തം ഒഴിച്ചാണ് അത് പോരാ. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡിയാണ് കേട്ടോ. ഈ ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം അധികം വേവണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതി. ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ആ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെക്കണം. നമ്മളിപ്പോൾ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയാണിത്. തേങ്ങക്കൊന്നും അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ചെറിയ മിക്സിയാണ്. അതിലൊരു എനിക്ക് തോന്നുന്നു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടാവും. 1/2 കപ്പിന് കുറച്ച് കൂടുതലുണ്ടാവും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക.
അപ്പോൾ ഒരുപാട് നല്ല ഫൈനായിട്ടൊന്നും ഇല്ല, അരിഞ്ഞ് വരില്ല. ഞാൻ പറഞ്ഞല്ലോ മിക്സിക്കൊക്കെ ചെറിയ പ്രശ്നം വന്നതാണ്. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചട്ടിയാണ് വെച്ചെടുക്കുന്നത് മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മീൻ മുളകിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് അമ്മ മുറിച്ച് വെച്ചിട്ടുള്ള മത്തിയാണ്. ഇത് കുറച്ച് പൊരിക്കാനും വെച്ചിട്ടുണ്ട്, കുറച്ച് മുളകിടാനും. അപ്പോൾ ചട്ടി വെച്ചാണ് അവരെ ഞാൻ അവരെ കളിയാക്കൽ തന്നെ. അവിടെ വീട്ടിൽ പോയാൽ ഡെയിലി മീൻ മുളകിട്ടതാണ്. അത് ഉച്ചക്കും രാവിലെയും രാത്രിയൊക്കെ അത് ഓൽക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങളെ ദേശീയ ഭക്ഷണമെന്നാണ് ഞാൻ പറയൽ കേട്ടോ. ദേശീയ കറി എന്നാണ് ഞാൻ കളിയാക്കൽ തന്നെ. കാരണം ഞാനങ്ങനെ ഉണ്ടാക്കലില്ല. നമുക്ക് മീൻ മുളകിട്ടതൊന്നും ആരും കൂട്ടാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും ലിയാനൊക്കെ ഇഷ്ടമാണ്. അതന്നെ 2 ദിവസം ഒന്നിച്ച് കൊടുത്താൽ അവൾ കൂട്ടേയില്ല. വല്ലപ്പോഴും കൂട്ടാൻ ഇഷ്ടമാണെന്നല്ലാണ്ട് നമുക്കങ്ങനെ സ്ഥിരം വേണ്ടാത്തൊരു കറിയാണ് മീൻ മുളകിട്ടത്. അപ്പോൾ ഉമ്മക്ക് നിർബന്ധമായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മീൻ മുളകിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാട്ടി ഒരു അര ഉള്ളിയോളം എടുത്തിട്ടുള്ളൂ. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയും തുടങ്ങിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും അര ടേബിൾ സ്പൂൺ തന്നെ ഈ ഇതും വെളുത്തുള്ളി അരച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിലൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ. എല്ലാം പെട്ടെന്നാവും. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, പെട്ടെന്നാവും. ഇനിയിപ്പോൾ അതും ഒന്ന് നന്നായിട്ട് വാടിന് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ല കട്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലൊരു കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു 2-3 സെക്കൻഡ് നേരം അതൊന്ന് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് വേണ്ടി. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടി മുളക് പൊടിയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം. അപ്പോൾ കുറച്ചധികം മുളക് ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഉലുവൻ്റെ പൊടിയാണ് കേട്ടോ. അര ടീസ്പൂൺ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇതെല്ലാ പൊടികളും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ട് ഒരു 2-3 സെക്കൻഡ് മതി. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ തീയിലാക്കി വെച്ചാണ്. പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തീയിൽ വെക്കണ്ട. ഇനിയിപ്പോൾ അതൊരു അരക്കപ്പോളം ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. നല്ല പുളിയാണ് കേട്ടോ ഇതിന്. ഇവിടുത്തെ നാട്ടിലത്തെ ഈ ഒരു പുളിക്ക് നല്ല പുളിയുണ്ട് ഞാൻ ഇപ്പം വാങ്ങിയത്. അപ്പോൾ അതാ ഒരു അരക്കപ്പോളം പുളിവെള്ളവും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. വെള്ളം നമുക്ക് എത്രയാണോ കറി വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മീനിടുക. അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ. ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളക്കാൻ തുടങ്ങിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഉപ്പൊക്കെ റെഡി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം റെഡി ആയിന്. അപ്പോൾ ഞാനിപ്പോൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മത്തി നല്ല മത്തിയാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന മത്തി നല്ല അടിപൊളി മത്തിയാണ്. നല്ല പൊടിയുള്ള മത്തി എന്നറിയില്ല, നെയ്യുള്ള പഞ്ഞിയുള്ള നല്ല മത്തിയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മത്തിയാണ് ഇപ്പം വരുന്നത്. ഇപ്പോൾ ഇവിടെ ട്രോളിങ് നിരോധനമാണല്ലോ. അപ്പം ഈ മറ്റേ ഇവിടുന്ന് പിടിക്കുന്ന ഇവിടെ ഈ കുര്യാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പിടിക്കുന്ന മീനാണ് ഇപ്പം നമുക്ക് കിട്ടുന്നതൊക്കെ. അതുകൊണ്ട് നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഇതാ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഇളക്കാൻ നിൽക്കണ്ട. ഒന്ന് 2-3 മിനിറ്റ് നേരം മൂടിയിട്ട് ഒന്ന് തിളച്ചിട്ട് മൂടി ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് വെണ്ടയാണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വെണ്ടക്കൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വെണ്ടയും ഞാൻ മുളകിട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമാണ് വെണ്ട മുളകിട്ടത്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത്, ഓയിലോ വെളിച്ചെണ്ണ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിൽ തന്നെയാണ് ചേർത്ത്. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്താണ്. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അര ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്കും ഒരു അര ഉള്ളി തന്നെ മതി. അര ഉള്ളി ഇട്ടതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകൊന്നും വല്ലാണ്ട് അങ്ങ് വാടുന്നവരെ കാത്തിക്കണ്ട. ഒരു മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കണം. ഒരുപാട് നേരം ഇട്ടിട്ട് ഉള്ളി വാട്ടണ്ട. ഉള്ളിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് വെണ്ടയ്ക്കയും വാടി കിട്ടേണ്ടത്. ഇപ്പോൾ അതായത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്കാണിത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ചെറിയ തീയാക്കി വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വെണ്ടയ്ക്കയിൽ ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറും. നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ. ഓൾമോസ്റ്റ് അത് കുക്കാവുകയും ചെയ്യും കേട്ടോ. 2-3 മിനിറ്റ് വരെ നമ്മളിത് ഇങ്ങനെ വാട്ടുന്ന സമയത്ത് തന്നെ അത് കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഒരു അരമുറിയോളം തക്കാളി ഇട്ട് കൊടുത്താണ്. അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ സ്റ്റീലിലാകുമ്പോൾ ആയതുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. നല്ല ചൂടുണ്ട് കൈക്കൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ടില്ല. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഒരു അര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഇനിയിപ്പോൾ ചേർക്കേണ്ട കുറച്ച് പൊടി എന്ന് പറയുന്നത് മുളക് പൊടിയാണ്.
ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്താണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളെന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇത്രേ അതിൽ പൊടി ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ പൊടികളൊന്ന് വാടിക്കോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ല ചൂടുള്ളതായതുകൊണ്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ ആ പൊടികളൊക്കെ വാടി വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടിയെന്ന് നോക്കിയിട്ട് പുളി ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കപ്പോളം പുളിവെള്ളം ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്താണ്. പുളിയൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഇനി കേട്ടോ. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ചീനച്ചട്ടിയാണ്. അതിലേക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ആദ്യം വറവിടണം. നമ്മളെ തേങ്ങ അരച്ച കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ പപ്പടമാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ വേസ്റ്റ് ആക്കാണ്ടിരിക്കാനുള്ളതാണ്. ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കടുക് വറുക്കാൻ പോണ സമയത്ത് അതിൻ്റെ മുന്നേ നമ്മൾ വേഗം പൊരിക്കാനുള്ളതൊക്കെ പൊരിച്ച് വെക്കുക. പപ്പടവും അതേപോലെ തന്നെ നമ്മളെന്താ പറയുക കൊണ്ടാട്ടമുളക് കയ്പ്പയൊക്കെ പൊരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ എണ്ണയിൽ അതൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം കടുക് അതിലിട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ എണ്ണ നമുക്ക് മറിക്കാനോ എടുത്ത് വെക്കാനോ ഒന്നും പോകേണ്ടിയില്ല. അപ്പോൾ അതെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനും ഉമ്മയും മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ 4 പപ്പടമാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത്. 2 എനിക്കും 2 ഉമ്മക്കും അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 4 പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കാം. കുറച്ച് കടുക് കേട്ടോ. ഇത് തേങ്ങ അരച്ച കറിയിലേക്കുള്ളതാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താണ് ഇതിനി ഇറക്കി വെക്കാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച കറിയിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു വെള്ളരിയും പരിപ്പുമാണ് ഇത് കേട്ടോ. നന്നായിട്ട് വെന്താണ്. ഞാൻ 2 വിസിൽ വരുന്നവരെ വേവിച്ചാണ്. അതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത്ര വേവണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. ആദ്യം ആ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഒന്ന് എന്താ പറയുക ഈ തേങ്ങ ഒഴിച്ചതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് തിള വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി നമ്മൾ വറവ് വെച്ചതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്താണ്. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വറവിട്ട സാധനം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. വെള്ളരിയും പരിപ്പും എല്ലാവരും വെക്കുന്നത് തന്നെ ആയിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അത് വറവിട്ടതും ഞാൻ മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്താണ്. കടുകും കറിവേപ്പിലയും എണ്ണയൊക്കെ ആണിത്. അത് ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. അത്രേ ആവശ്യമുള്ളൂ. ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി. ആ വറവിട്ടതൊന്ന് മിക്സാക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി തേങ്ങ അരച്ച കറി ഇവിടെ റെഡി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം ചട്ടി തന്നെ ഒന്നും കൂടെ വെച്ച് കൊടുത്താണ്. അതിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ബീൻസും കുറച്ച് ക്യാപ്സിക്കും എടുത്ത് വെച്ചാൽ അതാണിത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ അടുത്ത് ഇതാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എടുത്തതേനു കേട്ടോ. അന്ന് ബാക്കിയുള്ളതാണ്. ഇനിയിപ്പോൾ അതൊരു അരമുറി ഉള്ളിയും 2 പച്ചമുളകുമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കണക്കാക്കി അവിടെ അരിഞ്ഞ് വെച്ചാൽ റെഡിയാണ്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് വേഗം വേഗം പരിപാടികൾ കഴിയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇനി ചെറിയ തീയിൽ ഈ ഒരു ബീൻസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേവിക്കണമെങ്കിൽ ഇനി ഇതിലിട്ട് കൊടുക്കേണ്ടത് കുറച്ച് കരിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങ വേണം. ഒരു 2 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടിയത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇതൊരു നേരിയ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ തീയാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് ടൈം എടുക്കും. അപ്പോഴത്തേക്ക് വെന്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ചെറിയ തീയാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വറവിട്ടത് ഇവിടെ റെഡി ആയിന്. തോരൻ ഇവിടെ റെഡി കേട്ടോ. ബീൻസും ക്യാപ്സിക്കും ആണിത്. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞ് വെച്ചതുള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടതാണ് കേട്ടോ. ഇതിനായിട്ട് എടുത്തതല്ല. ആ ബീൻസിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഈ സെയിം ചട്ടി തന്നെ നമുക്ക് ഒന്നും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വറവിട്ട് ഞാനൊരു പാത്രത്തിൽ മാറ്റി. ഇനിയിപ്പോൾ അടുത്തത് സെയിം ആ ചട്ടി തന്നെ പിന്നെയും വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മത്തി നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. ഈ മത്തി പൊരിച്ചത് ഞാനും ഉമ്മയും മത്തി പൊരിച്ചത് കൂട്ടൂല. അത് ബാസിക്കാണ് കേട്ടോ.
ഓന് നിർബന്ധമാണ്. അപ്പോൾ ഓനാണെങ്കിൽ അധികം മുളകൊന്നും പറ്റൂല. ലൈറ്റായിട്ട് മുളക് തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ഞിയുള്ളത് അത് ഞാൻ ഉമ്മയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും തേച്ച് വെച്ചാണ്. അപ്പോൾ അതാ അവൻ്റെ മത്തി ഒന്ന് റെഡിയായി നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് പിന്നെ ഓനങ്ങനെ ഓവറായിട്ട് വെന്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് പൊരിക്കുന്നത് ഓന് ഇഷ്ടമല്ല. ഈ ഒരു ഭാഗത്തിലാണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ മത്തി റെഡിയായി അതും നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പഞ്ഞിയും പൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ ഇലയിൽ തിന്നണോണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഒരു ഓംലെറ്റും ആയിക്കോട്ടെ. 2 മുട്ടയും, 1 ഉള്ളിയും, 2 പച്ചമുളകും, കുറച്ച് ഉപ്പും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അതും നമ്മളൊരു പാനിലേക്ക് വെച്ചിട്ട് അതൊന്നും പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വിട്ടുപോയ ഒരു സാധനം ചമ്മന്തിയായിരുന്നു. അത് ഓർമ്മയില്ല. സത്യത്തിൽ തിന്നണ സമയത്താണ് അത് ഓർമ്മ ആയത്. ഒരു ചമ്മന്തിയും കൂടെ വേണമായിരുന്നു എന്നുള്ളത്. അത് ഓർമ്മയില്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ അതും ഉണ്ടാക്കായിരുന്നു. ഇപ്പോൾ അത് ഓംലെറ്റും ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചോറിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊരു ഭാഗം ഒന്ന് റെഡി ആയിന്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓംലെറ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത്. സാധാരണ വേറെ എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് വെറും ചോറിൻ്റെ കൂടെ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വിളമ്പുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 2 ആളേ ഉള്ളൂ, ഞാനും ഉമ്മയും മാത്രം. അപ്പോൾ ഇലയിൽ തിന്നണം എന്നുള്ളൊരു പൂതി ഉണ്ടായിന്. അപ്പോൾ അതും കഴിഞ്ഞു. ഒരു പ്രത്യേക രസമാണ് ഇലയിൽ കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര രസമുള്ള പാത്രങ്ങളിൽ വിളമ്പി കൊണ്ടുപോയൊന്നും ചെയ്യണില്ല കേട്ടോ. സിമ്പിളാണ്. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രത്തോടെ തന്നെ കൊണ്ടുപോയി വെച്ചാണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിളമ്പിയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. ഉമ്മ അങ്ങനെ അധികം ഒരു ഭക്ഷണവും കഴിക്കാത്ത ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ നാടൻ ചോറും പത്തിരി അങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഇങ്ങനെ ആക്കിയത്.